ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ. കേരളത്തിന്റെ പട്ടിക തയ്യാറാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. K മുരളീധരനെ അപ്രതീക്ഷിതമായി വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റിയാണ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കും. ആലപ്പുഴയിൽ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകും. വടകരയിൽ K മുരളീധരന് പകരം ഷാഫി പറമ്പിൽ മത്സരിക്കും. ജനങ്ങളാണ്, അവർക്കാണ് സ്വാതന്ത്ര്യം. അവരാരാണോ വിജയിപ്പിക്കുന്നത്, നമ്മൾ ജനങ്ങളെ സമീപിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ പറയുന്നു. അവർ നമുക്കോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ ജയിപ്പിക്കും. അങ്ങനെ ഒരു ആർക്കെങ്കിലും മറുപടി കൊടുക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിത്വം അല്ലാതെ തൃശ്ശൂരിലെ ഏറ്റവും ഫിറ്റായ സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ എന്നുള്ളതുകൊണ്ട് മുരളീധരൻ കേരളത്തിലെ ഏത് സീറ്റിലും മത്സരിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, എപ്പോൾ പ്രഖ്യാപനമുണ്ടാകും? നിതിൻ, ഉന്മേഷ്, വൈകാതെ തന്നെ പ്രഖ്യാപനമുണ്ടാകും. എന്തായാലും കേരളത്തിന്റെ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കേരളത്തിന്റെ പട്ടിക തയ്യാറായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, പത്തനംതിട്ട ആന്റോ ആന്റണി, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, ആലപ്പുഴ KC വേണുഗോപാൽ, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, തൃശൂർ K മുരളീധരൻ, അതോടൊപ്പം തന്നെ വയനാട് രാഹുൽ ഗാന്ധി, കണ്ണൂർ K സുധാകരൻ. അങ്ങനെ കേരളത്തിന്റെ പട്ടിക എല്ലാം തന്നെ തയ്യാറായിരിക്കുന്നു. അല്പസമയത്തിനും തന്നെ പ്രഖ്യാപനമുണ്ടാകും. വൈകാതെ വാർത്താക്കുറിപ്പ് AICCയിൽ നിന്നും ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് 58 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. ഇതിൽ മറ്റിടങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ബന്ധപ്പെട്ട ചർച്ചയാണ് ഇത്തരത്തിൽ പട്ടിക നീളാൻ കാരണമായത്. കേരളം കൂടാതെ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ചില സീറ്റുകളും ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ AICC നേതൃത്വം അറിയിക്കുന്നത്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുകയായിരുന്നു. കാരണം ഇന്നലെയാണ് സർപ്രൈസ് കാൻഡിഡേറ്റായി K മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറിയത്. അതോടുകൂടി തന്നെ ചില അതിർത്തികൾ K മുരളീധരനും കൂടാതെ ഷാഫി പറമ്പിലും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ അതിർത്തികളും പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് ചർച്ചകൾ ഇന്ന് വൈകിട്ട് വരെ ഡൽഹിയിൽ നീണ്ടത്. എന്തായാലും ഡൽഹിയിലെ ചർച്ചകൾ പൂർത്തിയാക്കി KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീഷും കൂടാതെ രമേശ് ചെന്നിത്തല ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നേതൃത്വം അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചു, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വം, അത് K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തൃശ്ശൂരിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് മത്സരരംഗത്ത് ഇറക്കുന്നതെന്നാണ് KPCC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിന് പിന്നാലെയാണ് തൃശ്ശൂരിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയതും. അതോടൊപ്പം ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കണോ അതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയിലുണ്ടായിരുന്നു. നേരത്തെ സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടികയിൽ ഇരുവരുടെയും പേരുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും മുൻതൂക്കം നൽകിയത് അത് KC വേണുഗോപാൽ തന്നെയാണ്. ഒടുവിൽ അത് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം പ്രഖ്യാപനം ഉണ്ടാകും. ഉന്മേഷ്, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ അവസാന മിനിറ്റ് ട്വിസ്റ്റിൽ UDFൽ ഭിന്നാഭിപ്രായം. തീരുമാനത്തെ ആദ്യം എതിർത്ത മുസ്ലിം ലീഗ് RMP നേതാക്കൾ നിലപാട് പിന്നീട് തിരുത്തി. തീരുമാനത്തെ പരിഹസിച്ച് CPIM നേതാക്കൾ രംഗത്തെത്തി. പോയ സ്ഥലത്തെല്ലാം പലപ്പോഴും തൂക്കും ചെയ്ത് ഇതുപോലെ പോയതെല്ലാം തോറ്റതാണ്. നിയമം ഉൾപ്പെടെ വടകര തൂക്കുമെന്ന് വിചാരിച്ചിരിക്കും. ഇങ്ങനെ പറയുന്ന മലയാളം തൂക്കുമെന്ന് വിചാരിച്ചു. ശൈലട്ട് ചിലവിടെ അനുസരിക്കുകയാണ്. തൂക്കുന്ന ഉറപ്പല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. വടകരയും തൂക്കുന്ന ഉറപ്പാണ്. അതിനെക്കാട്ടും വേഗം തൂക്കുന്നതായിരിക്കും തൃശ്ശൂർ. ക്ഷണിച്ചാൽ ഞാനും ഉണ്ണാൻ പോകുമെന്ന് പറഞ്ഞാലല്ലേ. പൽപ്പതി ആദ്യം പോയി, ഇനി എപ്പോഴാണ് അങ്ങോട്ട് പോകുന്നുള്ള കാര്യം ആലോചിക്കേണ്ടി വരും. പ്രതാപൻ ബുക്ക് ചെയ്തൊക്കെ ഇനി സ്ഥാനാർത്ഥിയായി മുരളിയാണ് വരുന്നെങ്കിൽ മുരളിക്ക് എടുക്കാമല്ലോ. ബുക്ക് ചെയ്യുന്ന പരിപാടി അങ്ങനെ കരുതിയാൽ ആ സിറ്റുവേഷൻ നേരിടാൻ വേണ്ടി ധീരമായ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കല്ലേ വേണ്ടത്. അത് നോക്കും, മക്കൾ പോകുന്നതൊന്നും വലിയ കാര്യമില്ല, വാപ്പാര് പോകുമ്പോൾ നോക്കിയാൽ മതി. ഒരു സ്ഥാനാർത്ഥികൾ മാറിയത് കൊണ്ട് വലിയ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒന്നവിടെ ആശയങ്ങൾ, രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ജനവിരുദ്ധ നിലപാടുകൾ, അവരുടെ സോഷ്യൽ ഫാസിസം, ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം വടകരയിൽ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലെ CPMന്റെ കൂടുതൽ പങ്കാളിത്തത്തെ സംബന്ധിച്ചുള്ള ചർച്ച, ഈ വിഷയങ്ങളൊക്കെ സ്ഥാനാർത്ഥി മാറിയാലും ആ വിഷയങ്ങളൊന്നും മാറുന്നില്ല. അവിടെ ഏത് സ്ഥാനാർത്ഥി വന്നാലും ഞങ്ങൾ ആ തരത്തിൽ തന്നെ ഏറ്റവും ശക്തമായി പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഷാഫി പറമ്പിൽ ഏറ്റവും ശക്തനായ യുവ നേതാവാണ്. K മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിന്റെ ഞെട്ടലിലാണ് തൃശ്ശൂരിലെ ജില്ലാ നേതൃത്വം. അഭ്യൂഹങ്ങൾ അങ്കലാപ്പ് സൃഷ്ടിച്ചെങ്കിലും ഔദ്യോഗികമായി വിവരം കിട്ടിയതോടെ പ്രചാരണങ്ങൾ ഇരട്ടി വേഗത്തിലാക്കുകയാണ് DCC. K മുരളീധരന് വേണ്ടി TN പ്രതാപൻ തന്നെ ചുവരെഴുത്തിന് തുടക്കമിട്ടു. മുരളീധരന്റെ വരവ് BJP ഇടത് ക്യാമ്പുകൾ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് എത്രയോ മുൻപ്
TN പ്രതാപന് വേണ്ടി മണ്ഡലത്തിൽ ചുവരെഴുത്ത് തുടങ്ങിയിരുന്നു. ഒടുവിൽ ഇന്നലെ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി TN പ്രതാപൻ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കമിട്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഡൽഹിയിൽ നിന്നുള്ള പൊളിറ്റിക്കൽ സ്ട്രൈക്ക്. മാധ്യമവാർത്തകൾ ആദ്യം വിശ്വസിക്കാതിരുന്ന ജില്ലാ നേതൃത്വം രാത്രി വൈകിയും നഗരത്തിലുൾപ്പെടെ TN പ്രതാപന് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ഒടുവിൽ TN പ്രതാപൻ തന്നെ തൃശൂരിലേക്ക് കെ മുരളീധരനെ സ്വാഗതം ചെയ്തു. എൻ്റെ പാർട്ടി സന്ദർഭത്തിനനുസരിച്ച് തീരുമാനമെടുക്കും. അത് എൻ്റെ കൂടി ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമാണ്. ആ തീരുമാനം തീർച്ചയായിട്ടും വളരെ ബുദ്ധിപരവും പ്രായോഗികവും സന്ദർഭോചിതവുമായ തീരുമാനമായിരിക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ശേഷം പ്രതികരിക്കാമെന്നാണ് കെ മുരളീധരന്റെ വാക്കുകൾ. അത് പാർട്ടി തീരുമാനിച്ചിട്ട് അറിയിക്കും. ഉച്ചയ്ക്ക് അനൗൺസ്മെന്റ് വരും, അതിനുശേഷം കാണാം. അതിപ്പോ എന്തായാലും സ്ഥാനാർത്ഥി പുതിയ ആള് വരുമ്പോൾ കൺവെൻഷനുമായിട്ടൊന്നും ഉണ്ടാവില്ല. TN പ്രതാപന് വേണ്ടി ജില്ലയിൽ 1700 ഇടങ്ങളിൽ ചുവരെഴുതുകയും 3.5 ലക്ഷത്തിലധികം പോസ്റ്ററുകൾ അച്ചടിച്ച് പതിപ്പിക്കുകയും ചെയ്തു. ഇവയെല്ലാം നീക്കം ചെയ്യാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകി. പിന്നാലെ തനിക്കു വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ മായ്ച്ച് TN പ്രതാപൻ തന്നെ കെ മുരളീധരന് വേണ്ടി ചുവരെഴുതി. നാളെ രാവിലെ 11 മണിക്ക് തൃശൂരിലെത്തുന്ന കെ മുരളീധരനെ റോഡ് ഷോയായി സ്വീകരിച്ച് മണ്ഡലത്തിൽ അവതരിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. 24 തൃശൂർ. പത്മജ വേണുഗോപാലിന് പിന്നാലെ ദേവികുളം മുൻ MLA S രാജേന്ദ്രനെ പാർട്ടിയിലെത്തിക്കാൻ BJP നീക്കം. BJP നേതാക്കളുമായി S രാജേന്ദ്രൻ ചർച്ച നടത്തി. രാജേന്ദ്രൻ BJPയിൽ ചേരില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. താൻ BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ മാണി സി കാപ്പൻ MLA തള്ളി. അതിനിടെ BJP സംസ്ഥാന സെക്രട്ടറി MK നസീർ CPIMൽ ചേർന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ മമ്പറം ദിവാകരൻ കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കും. പത്മജയ്ക്ക് പിന്നാലെ കേരളത്തിലെ കൂടുതൽ നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. BJP നേതാക്കൾ ചർച്ച നടത്തിയെന്ന കാര്യം ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ 24നോട് സ്ഥിരീകരിച്ചു. CPIMന്റെ വാതിലുകൾ അടഞ്ഞാൽ മറ്റു വഴികൾ തേടുമെന്ന് S രാജേന്ദ്രൻ കണ്ടു, സംസാരിച്ചു. അപ്പൊ നമ്മൾ നമ്മുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു. അതിനുശേഷമാണല്ലോ സ്റ്റേറ്റ് സെക്രട്ടറി കാണുന്നത്, സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ യാദൃശ്യമായി നടന്ന സംഭവങ്ങളെല്ലാം അത്ഭുതകരമായി നടന്നു എന്ന് കണക്കാക്കേണ്ടതില്ല. എന്നാൽ S രാജേന്ദ്രനുമായി സംസാരിച്ചുവെന്നും അച്ചടക്ക നടപടി കഴിയുന്നതോടെ ചേർത്തു നിർത്തി മുന്നോട്ടു പോകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ പാർട്ടി നടപടി എടുത്തിരിക്കുകയായിരുന്നു. ആ എടുത്ത നടപടിയെല്ലാം അതിൻ്റെ എല്ലാം കാലാവധി തീരുന്നതോടുകൂടി അദ്ദേഹത്തെ എല്ലാം പാർട്ടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിപ്പിക്കാൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെ ഒന്നും ഒഴിവാക്കി നിർത്താനല്ല ഉദ്ദേശിക്കുന്നത്. CPIMൽ പാർട്ടി നടപടി നേരിട്ടവരല്ലാതെ മറ്റാരും BJPയിലേക്ക് പോകില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. പക്ഷേ CPMൽ നിന്ന് പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ പാർട്ടി നേരത്തെ നടപടിയെടുത്തിട്ടുള്ള ചിലരുണ്ടാകും, എനിക്കതറിഞ്ഞുകൂടാ. BJP CPIM നേതാക്കൾക്ക് വേണ്ടി വല വിരിച്ചപ്പോൾ BJP സംസ്ഥാന സെക്രട്ടറി AK നസീർ CPIMൽ ചേർന്നു. 30 വർഷമായി ന്യൂനപക്ഷ മോർച്ച ദേശീയ ഭാരവാഹിയായിരുന്നു നസീർ. BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, സെൻട്രൽ സോണിൻ്റെ പ്രസിഡന്റായിരുന്നു. കഴിഞ്ഞ 30 വർഷമായിട്ട് BJPയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ന്യൂനപക്ഷ മോർച്ചയുടെ ആൾ ഇന്ത്യ തലത്തിലും മറ്റ് സംസ്ഥാനത്തിൻ്റെ ചുമതലയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മളെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പാർട്ടിയുടെ നേതൃത്വം മാറിയപ്പോൾ സ്വാഭാവികമായും അതിൽ നിന്നും വിട്ടുമാറേണ്ട ഒരു സാഹചര്യമുണ്ടായി. BJP നേതാക്കൾ പാലാ MLA മാണി സി കാപ്പനുമായി ചർച്ച നടത്തിയെന്നും അഭ്യൂഹങ്ങൾ പരന്നു. എന്നാൽ ഇതെല്ലാം കാപ്പൻ തള്ളി. ബോധമുള്ളവർ ആരും BJPയിലേക്ക് പോകില്ലെന്ന് മാണി സി കാപ്പൻ 24നോട്. ഒരു ചർച്ച നടന്നിട്ടില്ല. നിലവിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് പോലുമില്ല. മാരിയറ്റ് ഉടനെ പോയെന്നുള്ള സത്യമാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ മമ്പറം ദിവാകരൻ ഇതിനിടെ കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. K സുധാകരന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് മത്സരമെന്ന് മമ്പറം ദിവാകരൻ പറഞ്ഞു. 24 കോട്ടയം. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ശക്തനായ നേതാവില്ലെന്ന് പത്മജ വേണുഗോപാൽ. സഹോദരൻ കെ മുരളീധരൻ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് എന്നും പത്മജ വിമർശിച്ചു. പത്മജയ്ക്ക് കെ മുരളീധരനേക്കാളും അനുഭവസമ്പത്തും രാഷ്ട്രീയ ബോധ്യവുമുണ്ടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഭർത്താവ് ഡോക്ടർ M വേണുഗോപാൽ വ്യക്തമാക്കി. BJP പ്രവേശനത്തിന് പിന്നാലെ തിരുവനന്തപുരത്തെത്തിയ പത്മജ ആദ്യമെത്തിയത് BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ. ഇന്ദിരാഭവനും മാരാർജി ഭവനും തന്റെ കുടുംബമെന്ന ആമുഖത്തോടെയായിരുന്നു പത്രസമ്മേളനം. കോൺഗ്രസ് നേതൃത്വത്തിനും സഹോദരൻ കെ മുരളീധരനുമെതിരെ ഉയർത്തിയത് രൂക്ഷ വിമർശനങ്ങൾ. ഇങ്ങനത്തെ ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം.
ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ അവകാശമില്ല. എൻ്റെ സഹോദരനെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ 2 അടി കൊടുത്തേനെ. ടിവിയിലിരുന്ന് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ അപമാനിച്ചത് തന്റെ മാതാവിനെയെന്നും രാഹുലിനെതിരെ കേസ് കൊടുക്കുമെന്നും പത്മജ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടിവിയിലിരുന്ന് നേതാവായതാ. അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ 10 ദിവസം കിടന്നതെന്നും എന്താ അതിൻ്റെ പിന്നിലത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ഒന്നും മിണ്ടില്ല കോൺഗ്രസ്സുകാർക്കെതിരെ എന്ന് വിചാരിച്ചതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്മജ താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 24-നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പത്മജയെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കഴിവുള്ളവർക്ക് BJP അവസരം നൽകാറുണ്ടെന്ന് മറുപടി. പത്മജ ലോക്സഭയിലേക്ക് മത്സരിക്കില്ലെന്ന് ഭർത്താവ് ഡോക്ടർ M വേണുഗോപാൽ 24-നോട് പറഞ്ഞു. പത്മജയുടെ BJP പ്രവേശനത്തിൽ ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശം തള്ളി മുൻ DGPയും കൊച്ചി മെട്രോ MDയുമായ ലോക്നാഥ് ബെഹ്റ രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മലപ്പുറം നിലമ്പൂരിൽ കെ കരുണാകരന്റെ ചിത്രം ഉൾപ്പെടുത്തി BJP സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചു. മോദിക്കും പത്മജിക്കുമൊപ്പം കെ കരുണാകരന്റെ ചിത്രം ഉൾപ്പെടുത്തി BJP നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് ബോർഡ് സ്ഥാപിച്ചത്. പരാതി നൽകിയെങ്കിലും നിലമ്പൂർ പോലീസ് നടപടിയെടുക്കാത്തതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ബോർഡ് നശിപ്പിച്ചത്. തൊട്ടുപിന്നാലെ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ബോർഡിന്റെ അവശിഷ്ടങ്ങളും അവിടെ നിന്ന് നീക്കി. കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിൽ കേരളവും കേന്ദ്രവും നടത്തിയ ചർച്ച വീണ്ടും പരാജയം. 19,351 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അംഗീകരിച്ചില്ല. ചർച്ചയിലെ കേന്ദ്ര നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കുമെന്ന് ചീഫ് സെക്രട്ടറി വി വേണു പ്രതികരിച്ചു. കേരളത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയപ്പോൾ 13,608 കോടി രൂപ കടമെടുക്കാനാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിൽ കേരളവും കേന്ദ്രവും ചർച്ച നടത്താനും കോടതി നിർദ്ദേശിച്ചു. തുടർന്നായിരുന്നു ഇന്ന് വീണ്ടും ചർച്ച നടത്തിയത്. കേരളത്തിന്റെ ആവശ്യങ്ങളോട് കേന്ദ്രം വിയോജിച്ചതായി ചീഫ് സെക്രട്ടറി വി വേണു പ്രതികരിച്ചു. സുപ്രീം കോടതി പറഞ്ഞിരുന്നത് ഈ വിഷയം നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ പോയി അവതരിപ്പിക്കണം, ചർച്ച ചെയ്യാം എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ മുന്നോട്ട് വെച്ച അഭ്യർത്ഥന ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി പരിശോധിച്ചു. പക്ഷേ അതിനോട് യോജിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. 13,608 കോടി രൂപ ഉടൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചതായും ചീഫ് സെക്രട്ടറി. നമുക്ക് 13,608 കോടി രൂപ നൽകണമെന്നൊരു തീരുമാനം സുപ്രീം കോടതിയുടെ ഉണ്ടായിരുന്നു. ആ തുക എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് പുതിയതായിട്ടുള്ള അഭ്യർത്ഥന സ്വീകരിക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് അറിയിച്ചത്. ചർച്ചയിലെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കും. കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയിലെ ഇനിയുള്ള സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇരു കൂട്ടർക്കും നിർണായകമാണ്. ചർച്ചയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി വി വേണുവും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമും ധനകാര്യ വകുപ്പ് സെക്രട്ടറിയും കേന്ദ്രത്തിനായി ധനകാര്യ സെക്രട്ടറി TV സോമനാഥുമാണ് പങ്കെടുത്തത്. 24 ഡൽഹി. പെൺകരുത്തിന് പിന്തുണയുമായി 24. വനിതാ ദിനത്തോടനുബന്ധിച്ച് 24ഉം ഫ്ലവേഴ്സും സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന് ഇനി മണിക്കൂറുകൾ മാത്രം. എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 1000-ലധികം വനിതകൾ പരിപാടിയുടെ ഭാഗമാകും. ദർബാർ ഹാൾ ഗ്രൗണ്ട് ഒരുങ്ങി. 24ഉം ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന പിങ്ക് മിഡ്നൈറ്റ് റണ്ണിലേക്ക് ഇനി മണിക്കൂറുകളുടെ ദൂരം. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് മിഡ്നൈറ്റ് റൺ സംഘടിപ്പിക്കുന്നത്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ദർബാർ ഹാളിൽ വെച്ച് ഇന്ന് നടക്കുന്ന 24 ന്യൂസും ഇൻസൈറ്റ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് നടത്തുന്ന ഈ പരിപാടിക്ക് ടൂറിസം വകുപ്പും ഭാഗവത്താണ്. ഈ പരിപാടിയുടെ വിജയത്തിനായി എല്ലാ ആശംസകളും വ്യക്തിപരമായും വകുപ്പിന്റെ പേരിലും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 9 മണിക്ക് മന്ത്രി P രാജീവ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ 5 കിലോമീറ്റർ ദൂരത്തിലുള്ള മിഡ്നൈറ്റ് റണ്ണിന് തുടക്കമാകും. ഓൾമോസ്റ്റ് എല്ലാം പൂർത്തിയായി. 8 മണിക്കാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ചടങ്ങുള്ളത്. അത് കഴിഞ്ഞിട്ട് 9 മണിയോടെ ഇതൊരു ഫ്ളാഗ് ഓഫ് എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 5 കിലോമീറ്ററാണ് ഈ ദർബാർ ഹാൾ ഗ്രൗണ്ട്. ഇവിടുന്ന് ഹൈക്കോടതി ജംഗ്ഷൻ വരെ പോയി 2.5 കിലോമീറ്റർ, തിരിച്ച് 2.5 കിലോമീറ്റർ ഓടി ഇവിടെ എത്തുക എന്നുള്ളതാണ് ഈ മിഡ് നൈറ്റ് റണ്ണിൻ്റെ ഒരു പ്രത്യേകത. 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും 30 വയസ്സിന് മുകളിലുള്ളവർക്കുമായി 2 കാറ്റഗറികളിലാണ് മിഡ് നൈറ്റ് റൺ ഒരുക്കിയിരിക്കുന്നത്. ആകർഷകമായ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. 24 കൊച്ചി. മന്ത്രി P രാജീവ് രാത്രി 9 മണിക്ക് പിങ്ക് മിഡ് നൈറ്റ് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫ്ലവേഴ്സ്
MDയും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാം സുന്ദർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാകും ഫ്ളാഗ് ഓഫ് നടക്കുക. വിവരങ്ങളുമായി ആൻമരിയ സണ്ണിയും കീർത്തന കേശവനും വീണ സനുവും ചേരുന്നുണ്ട്. ആദ്യം ആൻമരിയ സണ്ണിയിലേക്ക്. ആൻമരിയ, പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഫ്ലവേഴ്സും 24ഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് ഇനി ഏതാനും ചില മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവിടെയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഏതാനും ചില മണിക്കൂറുകൾക്ക് ശേഷം ഈ രാത്രി അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് 1000-ലധികം വനിതകളാണ് ഈ 24ന്റെയും ഫ്ലവേഴ്സിന്റെയും ഈ പിങ്ക് മിഡ് നൈറ്റ് റണ്ണിലേക്ക് ഒഴുകിയെത്താൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 1500-ലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഏകദേശം 9 മണിയോടുകൂടി, കൃത്യം 9 മണിയോടുകൂടി ഫ്ളാഗ് ഓഫ് നടക്കും. മന്ത്രി P. രാജീവാണ് ഫ്ളാഗ് ഓഫ് നിർമ്മിക്കുന്നത്. അതിനുശേഷം ഫ്ലവേഴ്സ് MDയും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ, എറണാകുളം ജില്ലാ കളക്ടർ, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയുള്ള വിവിധ തരത്തിലുള്ള അതിഥികളാണ് ഈ പരിപാടിയോടനുബന്ധിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന മിഡ് നൈറ്റ് റണ്ണ് 5 കിലോമീറ്ററാണ് പോകുന്നത്. ഇവിടെ നിന്ന് മഹാരാജാസ് കോളേജ്, പിന്നീട് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ എത്തുന്ന രീതിയിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ 5 കിലോമീറ്റർ ഈ ഒരു രീതിയിലാണ് പിങ്ക് മിഡ് നൈറ്റ് റണ്ണ് പോകുന്നത്. എന്തായാലും ഇവിടെയുള്ള ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരി ആൻമരിയ, ഒരുക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങളിലേക്ക് കൂടി വീണ സനു ഇപ്പോൾ ചേരുന്നുണ്ട്. വീണ, ഒരുക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, വനിതാ ദിനത്തോടനുബന്ധിച്ച് 24ഉം ഫ്ലവേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള മിഡ് നൈറ്റ് മാരത്തോൺ അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. നമുക്ക് നമ്മുടെ പുറകിൽ കാണാം 24ഉം ഫ്ലവേഴ്സും എല്ലാ രീതിയിലും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 9 മണിയോടുകൂടി, കൃത്യസമയമാണെങ്കിൽ 9 മണിക്ക് മന്ത്രി P. രാജീവ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിലൂടെ ഇത്തവണത്തെ മിഡ് നൈറ്റ് റണ്ണിന് തുടക്കമാകും. ഇതുവരെ 1500-ലധികം ആളുകളാണ് മിഡ് നൈറ്റ് മാരത്തോണിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാവുന്നതാണ്, എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതിനു ശേഷമാണ് മിഡ് നൈറ്റ് റണ്ണിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് മിഡ് നൈറ്റ് റൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. രണ്ട് കാറ്റഗറികളിലായിട്ടാണ് ഇത്തവണ ഈ മിഡ് നൈറ്റ് റൺ സംഘടിപ്പിക്കുന്നത്. അതായത് 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ഒരു വിഭാഗം, അതുപോലെ തന്നെ 30 വയസ്സിന് മുകളിൽ മറ്റൊരു വിഭാഗം, അങ്ങനെ 2 കാറ്റഗറികളിലായി തിരിച്ചാണ് ഇത്തവണ മിഡ് നൈറ്റ് റൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. 5 കിലോമീറ്റർ ദൂരത്തിൽ 1000-ലേറെ വനിതകളാണ്. ശരി, വീണ സനുവാണ് വിവരങ്ങൾ നൽകിയത്. കീർത്തന കേശവൻ കൂടി ചേരുന്നുണ്ട്. കീർത്തന, ഇതിന്റെ റൂട്ട് എങ്ങനെയാണ്, അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. ഉമേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ദർബാർ ഹാൾ ഗ്രൗണ്ടിന് മുന്നിലാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നേരത്തെ ആൻമരിയും വീണയും പറഞ്ഞ പോലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് മഹാരാജാസ് വഴി തിരികെ ഇവിടേക്ക് തന്നെ, അതായത് 5 കിലോമീറ്റർ ആണ് നമ്മുടെ ഈ റാലിയുടെ ദൂരം. 2.5 കിലോമീറ്റർ കഴിഞ്ഞ് തിരിച്ച് ഇതേ വഴി. ഇവർ പാലിക്കേണ്ട കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ പറയേണ്ടതായിട്ടുണ്ട്. അതായത് 2 തരത്തിലാണ് നമ്മളിത് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 15 മുതൽ 30 വരെ പ്രായമുള്ളവർക്കും 30-ന് മുകളിലും, അങ്ങനെ 2 പ്രായപരിധിയിൽ വിഭാഗങ്ങളിലാണ് ഈ മത്സരം ഉള്ളത്. ഇവർക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബ്രിസ്റ്റ് ബാൻഡ് നൽകും. അതായത് പിങ്ക് കളറിലൊരു ബ്രിസ്റ്റ് ബാൻഡാണ് നമ്മൾ ഇവിടുന്ന് നൽകുന്നത്. അത് ഈ 2.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഇവർ അവിടെ ചെന്ന് മാറി അതൊരു ഗ്രീൻ, ഒരു പച്ച റിസ്റ്റ് ബാൻഡ് വാങ്ങി ധരിക്കണം. ഒപ്പം ഇവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും, ഈ ഇവരുടെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ്, മറ്റ് എല്ലാ ഹൈഡ്രേഷൻ പോയിന്റുകളെല്ലാം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ അവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ശരി കീർത്തന, ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കീർത്തന കേശവൻ. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഇടതുമുന്നണി യോഗത്തിൽ വിമർശനം ഉന്നയിച്ച CPI, വിഷയം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ്. ഇടുക്കി കട്ടപ്പനയിലെ മോഷണ കേസ് അന്വേഷണത്തിൽ വൻ വഴിത്തിരിവ്. പ്രതിയുടെ വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ മാതാവിന്റെയും സഹോദരിയുടെയും നിർണായക വെളിപ്പെടുത്തൽ. പിതാവിനെയും സഹോദരിയുടെ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയതായി മൊഴി. ജയിലിൽ നേരിട്ടത് കൊടിയ പീഡനമെന്ന മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് തടവിലാക്കപ്പെട്ട ശേഷം മോചിതനായ GN സായിബാബ. ചികിത്സ പോയും ലഭ്യമായില്ലെന്നും ഭരണകൂടത്തിന്റെ കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്നും വിമർശനം. ശിവരാത്രിയിൽ പിതൃതർപ്പണ പുണ്യം തേടി ആലുവ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹം. പെരിയാർ തീരത്ത് ഒരുക്കിയിരിക്കുന്നത് 116 ബലിത്തറകൾ.